ഞാനിന്ന് വന്നിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മിക്സി ഉപയോഗിച്ചാണ്, മിക്സി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല, മിക്സി ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്കും ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടത് ഇത് 250 മൈദയാണ്. ഇതിലേക്ക് അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാരയും ഇവിടെ എടുത്തു വച്ചിരിക്കുന്നു. പിന്നെ 4 മുട്ട, സോഡപ്പൊടി, ഏലക്ക, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് പിന്നെ കൊക്കോ പൗഡറാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷൻസുകളാണ്. പിന്നെ അത് ചെറിയൊരു നെയ്യുമുണ്ട്, നമുക്ക് ചട്ടിയിൽ കുറച്ച് തടവി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഞാനിവിടെ ഏലക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ പൊടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അങ്ങനെ 4 മുട്ടയെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ മൈദ ഇതിലേക്ക് ചേർക്കുകയാണ്. മൈദയും ചേർത്തു. പിന്നീട് നമ്മുടെ സോഡപ്പൊടിയാണ്. സോഡപ്പൊടി കുറച്ച് മതി, നമ്മളെ മക്കൾക്ക് കഴിക്കാനുള്ളതല്ല, വിൽക്കാനുള്ളതൊന്നും അല്ലല്ലോ. അപ്പം ഓവറായിട്ട് കെമിക്കലൊന്നും ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. പിന്നെ ബേക്കിംഗ് പൗഡർ ഞാനിതാ ചെറിയൊരു കുഞ്ഞ് സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്, അതിട്ട് കൊടുത്തു. ഇനി കൊക്കോ പൗഡറാണ്, അതും കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സി ഒന്ന് അടച്ച്, നമുക്ക് ഇനിയൊന്നും ഇതിലേക്കൊന്നും ചേർക്കാനില്ല. അപ്പോൾ ഇനി നമുക്കിത് മിക്സി ഒന്ന് അടച്ച്, പിന്നെ ഞാൻ വാനില ഇവിടെ ഉണ്ട്, ഞാൻ ചേർക്കാതിരിക്കുക, കാരണം എൻ്റെ മക്കൾക്ക് വാനിലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികവും ഞാനത് ഇടാതെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ അത് പിന്നെ പറ്റുന്നവർക്ക് അത് ഏഡ് ചെയ്യട്ടെ, അതൊക്കെ ഓപ്ഷൻസുകളാണല്ലോ, ഒക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് ഞാൻ മിക്സി അടിച്ചു വെച്ചു, ഇനിയൊന്ന് അരച്ചെടുക്കുകയാണ്. ഞാനിതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് മിക്സി ഉപയോഗിച്ച് ചെയ്യാൻ കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് തന്നെ ആവട്ടെ എന്ന് കരുതിയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നു. ഇനി നമുക്കിത് നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഇവിടെ എടുത്തു വെച്ചു. അതിൻ്റെ അടിയിലായിട്ട് കേക്ക് നമുക്ക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കട്ടിയില്ലാത്ത പാത്രം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കംപ്ലീറ്റ് ഒഴിച്ചു. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ ഗ്യാസ് ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇനി ഒരു 30 മിനിറ്റ് മാക്സിമം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് നോക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് അത് ഇടുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലും അതിൽ പിടിക്കുള്ളൂ. ഫുള്ളായിട്ട് വെന്ത് കഴിയും 30 മിനിറ്റ് ആകും, അപ്പോൾ പിന്നെ അതിൽ പിടിക്കില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയട്ടെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്ന്. അപ്പോൾ ഒരു 20-25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഇരിക്കൽ വെച്ചിട്ട് നോക്കിയാൽ അറിയാം നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ. പിടിക്കുന്നില്ല, അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അരികൊക്കെ നല്ലോണം അങ്ങോട്ട് ചട്ടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പൊങ്ങി വന്നാണ്. ചട്ടിയിൽ നിന്നൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കേക്ക് നമുക്ക് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് വെക്കാം.
അപ്പോൾ അതിന് ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചെടുക്കാം. ചട്ടി നല്ല ചൂടാണ്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായി ഉഷാറായി വന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇതിനെ ഒന്നും വേണ്ട, മിക്സി തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഒക്കെ ഉണ്ട്, മുട്ടയും ഉണ്ട്, ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.